സ്ഥിതി ആവർത്തന വിരസത ആർക്കും തോന്നില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്ത റിസൾട്ടുകളാണ്. അത് ആദ്യമായിട്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്തുള്ള ലിവർ സിറോസിസിന് ബുദ്ധിമുട്ടായിട്ട് പല അസുഖങ്ങളാൽ നടന്നിരുന്ന എൻ്റെ ഒരു ചേട്ടത്തി അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതിന്റെ കാരണം പല അസുഖങ്ങൾ വേറെയും ഉണ്ട്. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രോഡക്റ്റ് അവർക്ക് ഓപ്പറേഷൻ പോലും വേണ്ട എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ മാസം കൊണ്ട് സൗഖ്യം കിട്ടിയ റിസൾട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിലൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതും ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ രണ്ടാമതുള്ളത്, ഞാൻ വളരെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ, ഒന്നും തോന്നരുത്, സമയക്കുറവുകൊണ്ടാണ്. രണ്ടാമത് എൻ്റെ മദർ ഇൻ ലോയ്ക്കുള്ളതാണ്. അത് അൽ അസർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ തൊടുപുഴ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ യൂട്രസിലായിരുന്നു പ്രോബ്ലം. അവിടെ ബ്ലഡ് അല്പം ഇങ്ങനെ വരുന്നത് കണ്ട് ഒരു സംശയം തോന്നിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടുത്തെ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഡൗട്ട് തോന്നി, അത് ഒരു ക്യാൻസർ ആണോ എന്നുള്ള രീതിയിലേക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് അവിടെ അതിനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ ഇത്ര ഏജ് ആയതുകൊണ്ട് 76 വയസ്സുള്ളതാണ്. അപ്പൊ അത്ര ഏജ് ആയതുകൊണ്ട് അത് ഓപ്പറേഷൻ സാധിക്കത്തില്ല. എന്നാൽ പോലും അവിടുന്ന് റെഫർ ചെയ്യുവാണ്, പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും. അത് ആ ഹോസ്പിറ്റലിൽ ക്യാൻസറിന്റെ ചികിത്സ കിട്ടാത്തത് കൊണ്ട് എന്തായാലും ഇവിടെ മെഡിക്കൽ കോളേജ് വന്നു. ഞാൻ അന്നേരം കോട്ടയത്താണ്. അപ്പം മെഡിക്കൽ കോളേജ് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് സ്ഥിരീകരിച്ചു, ക്യാൻസർ തന്നെയാണെന്നും യൂട്രസിലാണെന്നും ഏതാണ്ട് 3rd സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഇതിലേക്ക് വന്നു. എന്തായാലും ഈ വിവരം ഞാൻ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള മനോജ് സാറ്, സജു സാറിനോടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ കയ്യിലുണ്ടല്ലോ സപ്ലിമെന്റ്സ്, നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. ഞാനത് ഷെയർ ചെയ്തു. അവർ ബില്ലിംഗ് ആയി. ആ പ്രോഡക്റ്റ് ഞാൻ 95 ന്യൂട്രി ലൈഫ് പ്രോട്ടീൻ പൗഡർ തുടങ്ങി 3-4 പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്ത് 2-3 മാസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കെ വീട്ടുകാർക്കൊക്കെ ഇത് അലോപ്പതി ചികിത്സ നടത്തണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അവരുടേതായ രീതിയിൽ ടെസ്റ്റ് എല്ലാം നടത്തി. അതിങ്ങനെ ഒരു 2 മാസം ഓളം ഈ ടെസ്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി വന്നിട്ട് അവർ അവസാനം ഫൈനൽ പറഞ്ഞത് 5 കീമോ ഒരാഴ്ച എടുക്കുന്നു, 6ാമത് ഒരു 5 റേഡിയേഷൻ എടുത്തിട്ട് 6ാമത് ഒരു കീമോ, ഇങ്ങനെയുള്ള 5 കോഴ്സാണ് പറഞ്ഞത്. അപ്പൊ 25 റേഡിയേഷനും 5 കീമോയും വരും. അങ്ങനെ ലാസ്റ്റ് ഒരു അപ്പൊ അതങ്ങനെ ഓരോ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് അവസാനത്തെ ആ ഒരു കീമോ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വിളിച്ചു, ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ റിസൾട്ടുകളെല്ലാം ആഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ബൂസ്റ്റർ ഡോസ് പോലെ ഒരു കീമോ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് വന്നു കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ വിളിക്കാനായിട്ട് താമസിക്കുന്നു. അവർ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് ഗ്രൂപ്പ്. അപ്പൊ അവരിങ്ങനെ ചെയ്തിട്ട് അവർ ലാസ്റ്റ് വിളിച്ചിട്ട് ആരെ കൂടെ വന്നെന്ന് വിളിച്ച് പറഞ്ഞ ഈ മമ്മിക്ക് ഇപ്പൊ ഇത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇത്രയും ട്രീറ്റ്മെന്റും കൊടുത്ത് നമ്മൾ ഇത്രയും 4 മാസമായിട്ട് ഈ പ്രോഡക്റ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ വന്നത്? പക്ഷെ സംഭവം ഇതാണ്, ഒരു ലക്ഷണം പോലും കാണുന്നില്ല നിങ്ങൾക്ക് ഈ കീമോ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ലക്ഷണം പോലും കാണുന്നില്ല എന്നുള്ള ഒരു അമേസിങ് റിസൾട്ടാണ് എനിക്ക് മറ്റേ ക്യാൻസറിൻ്റെത് എൻ്റെ മമ്മിക്ക് കിട്ടിയത്. കാരണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതങ്ങനെയാണ്. കാരണം അത്രയും ട്രീറ്റ്മെന്റിന്റെ ശേഷം അതുപോലെ ഞങ്ങളുടെ കൂടെ വന്ന അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളൊരു 10-20 പേരാണ് റേഡിയേഷൻ എടുക്കാനിരുന്നത്. ആ കൂട്ടത്തിൽ വന്ന വ്യക്തികൾക്ക് പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് അവിടെ വന്നിരുന്ന ഓടിച്ചാടി വർത്താനം പറഞ്ഞ് ഓരോരുത്തരും പേരും നമ്മൾ പരിചയപ്പെടുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് തൊഴിലുകാർ പലരും ഉണ്ടായിരുന്നു, പാലായി എന്നുള്ളവരുണ്ട്. ഇങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ ഒരു ഫസ്റ്റ് സെക്കൻഡ് ട്രിപ്പൊക്കെ കഴിയുമ്പോൾ അവരൊക്കെ വീൽ ചെയറിലും സ്ട്രെച്ചറിലും 2 പേരുടെ തോളിലും ഒക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന ഒരു വ്യക്തി മരിച്ചു വരെ പോയി. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇടയിൽ ഇരുന്ന് മമ്മി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മമ്മിക്ക് ഇന്നൊരു കുഴപ്പമില്ല. ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് ഓരോരോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ചെക്കപ്പിന് ഇപ്പൊ 1 വർഷം ചെയ്തു. പിന്നെ 6 മാസത്തിൽ ചെക്കപ്പിന് വിളിക്കുന്നുണ്ട്. അത് 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ 2 വർഷമായിട്ട് ഇപ്പൊ ഇല്ല. ചികിത്സ 1 വർഷത്തോളം അങ്ങനെ പോയി. 3 വർഷക്കാലമായിട്ട് ഇപ്പം മമ്മിക്ക് ആ ക്യാൻസർ എന്ന ഒരു രോഗത്തിന് യാതൊരു കുഴപ്പവും ഇപ്പൊ കാണുന്നില്ല. ദൈവത്തിന് നന്ദി പറയുകയാണ്. അതൊക്കെ നമ്മുടെ ഈ 95 എന്ന പ്രോഡക്റ്റിനെ നമുക്ക് നമിക്കണം. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ വേറൊരു ഇതുള്ളത്, പിത്താശയ പ്രശ്നങ്ങളാൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു അങ്കിള് തലയോലപ്പറമ്പിലുള്ളതാണ്. കാരിതാസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ കാണാനിടയായപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് ഒരു വകയും കഴിക്കത്തില്ല, എന്ത് കഴിച്ചാലും പ്രശ്നമാണ്, ചൂട് കഴിക്കത്തില്ല, എരി കഴിക്കത്തില്ല, പുളി കഴിക്കത്തില്ല, പലത പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് സൈ സാറും ഉണ്ടായിരുന്നു. ഞങ്ങള് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തു. ലിവാഗൈന, ഇമ്മ്യൂണോ3 അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊടുത്തു. എന്തായാലും അദ്ദേഹം ഒരു കല്യാണത്തിന്, പിന്നെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ഒരു കല്യാണത്തിന് ഇരുന്നുകൊണ്ട് പാലപ്പവും
കോഴിക്കറിയും കഴിക്കുകയാണ്. അപ്പൊ അതൊക്കെ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വരം ഇടറിപ്പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇത് സൗഖ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. അതുപോലെ വുണ്ട് ഹീലിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് മൃഗങ്ങൾക്ക് വരെ ഉണ്ട് കേട്ടോ, മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾക്ക്. എന്റെ പട്ടി വീട്ടില് ഈ തൊലിയെല്ലാം പോയിട്ട് വട്ടം വട്ടം കൂടെ പൊഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസരത്തില് ഇതാണ് ഇന്ത്യൻ സ്പീച്ച് പട്ടിയാണ്. അപ്പൊ അത് വല്ലാത്തൊരു ഇതിലായി. അപ്പം വീട്ടില് ഒരു പറഞ്ഞു ഇതിന് ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല, പലപ്പോഴും ഡോക്ടറെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചു, വേറെ ഇതിന് മുമ്പുണ്ടായിരുന്ന പട്ടികൾക്കൊക്കെ അവസാനം 15,000 രൂപയും കളയും പട്ടിയും പോകും. അതായിരുന്നു. ഇപ്പൊ ഞാൻ വെറും 230 രൂപയുള്ള 3 കേൾക്കാവല്ലോ സാറേ? സൗണ്ടുണ്ടോ? പോയിട്ട് വേണം അങ്ങനെ പോകാൻ. കേൾക്കാം സാറേ. മ്യൂട്ടായി 3 ഊണ്ടുകളിൽ തൂത്തുകൊണ്ട് ആ പട്ടിയുടെ ആ ഒരു പ്രശ്നം മാറി. വളരെ മിടുക്കനായിട്ട് ഓടിച്ചായിരുന്നു. അതുപോലെ എന്റെ അങ്കിള് ഷുഗർ ഉള്ള ഒരു അങ്കിളാണ്, അത് നെടുങ്കണ്ടത്താണ്. മ്യൂട്ടായി 2 വിരൽ മുറിച്ചു ആങ്ങള്. ആ 2 വിരൽ മുറിച്ചിട്ട് ഇതുപോലെ പഴുത്ത് ഉണങ്ങാതിരുന്ന് പ്രവിധാന ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ. പിന്നെ നെടുങ്കണ്ടത്ത് പോയി ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി ഡ്രസ്സിങ്ങും ഡെയിലി ഡ്രസ്സിങ്ങും പരിപാടിയായിട്ട് ഇങ്ങനെ വന്നും പോയി നിന്നു. ഈ അങ്ങളിനോട് ഞാനത് പറഞ്ഞിട്ട് വിശ്വാസമില്ലായിരുന്നു നമ്മുടെ ഈ സാധനം ഉണ്ടെന്ന്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കേൾക്കില്ലായിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് നിർബന്ധിച്ച് ഞാൻ കൊടുത്തത്. പൈസ തരുന്നതിന്റെ ബുദ്ധിമുട്ടാണ്, പൈസ വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. ആ രീതിയിൽ കൊടുത്തു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം എന്റെ പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പാലായിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വടിയും കുത്തിപ്പിടിച്ച് വരിക. ഈവന്റെ പ്രോഡക്റ്റ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാണ്, ഭയങ്കരമായിട്ട് ആ റിസൾട്ട് പ്രൊക്ലെയിം ചെയ്യുകയാണ് അവിടെ നിന്നുകൊണ്ട്. ഈവന്റെ മരുന്ന് കൊണ്ടാണ് ഞാൻ എവിടെല്ലാം പോയെന്ന് പറയും, ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി എന്തോരം കഷ്ടപ്പെട്ടാണ്. പക്ഷെ ഇവന്റെ മരുന്ന് എന്നാ പറയുന്നത്. ആ ഒരു വൂണ്ട് ഹീൽ ക്രീം, അതുപോലെ ഞാൻ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തിരുന്നു, പല പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. കോമ്പി പാക്കേജാണ് നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. എനിവേ ഇത് എന്തായാലും ഒരു 3 മാസം പുള്ളി നമ്മളിവിടെ നിന്നിട്ട് ഇപ്പൊ വഴി കുത്തിയാണേലും സന്തോഷമായിട്ട് ഓടി നടക്കുന്നു. അതുപോലെ ഒരു സിസ്റ്റർ ഇപ്പോൾ MLF കോൺവെന്റിലുള്ള സിസ്റ്റർ കുറിച്ചിയിലുണ്ട്. കുറിച്ചിയിൽ അലർജി ആയിരുന്നു, അതിന് ബ്ലഡ് പ്യൂരിഫയർ, ആന്റി അലർജി തുടങ്ങിയ പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിൽ ആയിരുന്നു പറഞ്ഞുകൊണ്ട് അത് വലിയൊരു അസ്വസ്ഥതയായിരുന്നു. എന്തായാലും കൊള്ളാം. 1 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസം വരെ എന്നെ ചീത്തവിളിയായിരുന്നു. കാരണം ഇത് കുറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയും കുറയും, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഇത് ഉണ്ടാവും. കാരണം റിസൾട്ടുകളുടെ പെരുമഴ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഇതിൽ കൊണ്ട് ദയവായിട്ട് കഴിച്ചോളാൻ പറഞ്ഞുള്ള ആ ഒരു കമ്പൽസറി ആയിട്ട് കഴിക്കുകയാണ്. അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജിമ്മി അത് കൊട്ടലാം കേട്ടോ, എനിക്ക് എന്റെ ഭയങ്കര ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കതല്ലേ കേൾക്കേണ്ടത്. അതുപോലെ മോക്ക് വുമൺ കമ്പാനിയും കൊടുത്തുകൊണ്ട് ഈ പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ ഇതായിട്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ സമയം കടന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പം ഷോർട്ട് ചെയ്യുവാണ്. കാരണം നമുക്ക് പിന്നൊരു അവസരത്തിൽ ബാക്കി ഷെയർ ചെയ്യാം. സാറേ, എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. പ്രത്യേകം താങ്ക് യു വെരി മച്ച്. നമസ്തേ സാർ. എല്ലാവരെയും